കടിക്കൊന്നുമില്ലടാ ചെയ്തോ. ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, കാരണം അവളൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്നാണ് ട്രെയിന്. നമ്മൾ ടൈം ഉണ്ടെങ്കിൽ അവളും കൂടി വന്നിട്ട് നമ്മളെല്ലാവരും കൂടി കറങ്ങിയിട്ട് അവളെ ട്രെയിൻ കയറ്റി വിടും. ടൈം ഇല്ലെങ്കിൽ നമ്മൾ മാത്രം പോകട്ടോ. വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ നാളെ അവൾക്കൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തായാലും പോകണം. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മളെ സ്വന്തം സാബിക്കാൻ്റെ പെറ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, മാട്ടൂല്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങി അപ്പോൾ ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ടൈമായിരുന്നു. ഇപ്പോൾ പക്ഷെ കുറേ അധികം ആൾക്കാരൊക്കെ അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാം. പിന്നെ പുതുതായിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോക്ക് പോയില്ല. ഇതിന് മുന്നേ ഞാൻ പെറ്റ് സ്റ്റേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല റീച്ചായ വീഡിയോ ഉണ്ട്. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും എൻ്റെ വാച്ചിങ് അവരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. ഒരിക്കലും വെറുതെ ആവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനും മിക്കാക്കായാലും റെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ ഫുള്ള് കണ്ട് എല്ലാവരും കണ്ടിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലുള്ള അവിടെ എത്തിയിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. മഴ വരുന്ന പോലെയുള്ള നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തു കാറ്. പ്രൈവറ്റ് പാർക്കിംഗ് ആണ്. പൈസ വരുന്നത് 30 രൂപയാണ് കേട്ടോ. അതിനുശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ ഒരു മഴക്കാറ് ഉള്ള പോലെ ഉണ്ടായില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പെട്ടെന്നൊരു മഴ വന്ന് ഞാനൊക്കെ ഫുള്ള് നനഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പോയി എടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇക്കാക്കാനും കുൽസുനും റെയ്യോനും കാണാനില്ല. അവരൊരു കുതിരൻ്റെ കൂട്ടിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊന്നും മഴ മാറിയപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ കുതിരനെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഇഗ്വാൻ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ആരാപ്പയ്മയാണ്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഈ ആരാപ്പയ്മ തന്നെയാണ് കേട്ടോ. കുറേ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് അവർ അധികം ഇവിടെ നിന്നിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്ന് കാണാറ്. അങ്ങനെ കുറച്ച് നേരം അതിനൊക്കെ നോക്കി നിന്ന്. കുൽസിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കുൽസ് അതിന് ഗ്ലാസ്സും വരെ തൊടുന്നുണ്ടായില്ല പേടിച്ചിട്ട്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഈ മീനാണ്. ഇതിൻ്റെ ലിപ്പൊക്കെ കണ്ട എന്തൊരു പ്രത്യേകത അല്ലേ. ഇതിൻ്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ കണ്ടത് പൂച്ചനെയാണ്. ഇത് ബംഗാൾ കാറ്റാണ് കേട്ടോ. ഒരാൾ നല്ല ആക്റ്റീവാണ്, ഒരാൾ ഉറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ ബേഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ എല്ലാ ടൈപ്പ് ബേഡ്സ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ സാധാരണ ലവ് ബേഡ്സാണ്. ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് എല്ലാത്തിനും കൂടാണ് കേട്ടോ. അവർ നല്ല എല്ലാ കൂടും വെറൈറ്റി കൂടാണ്. ഇതതിൻ്റെ ഫുഡാണ് തോന്നുന്നുണ്ട്. കുറേ സീഡ്സാണ് അതിലിട്ടേക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരിങ്ങനെ അരയണ്ണങ്ങൾക്കുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ കുറേ അരയണ്ണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇഗ്വാനെ അവർ അടച്ചിടാറൊന്നുമില്ല, ഇങ്ങനെ തുറന്നിട്ടേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഇരുന്നോട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഈ തത്തമ്മനെയാണ്. ഇത് ശരിക്കും തത്തമ്മല്ലിന് എന്തോ വേറെന്തോ പേരുണ്ട്. പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും സെപ്പറേറ്റ് വേറെ മോഡലിലാണ് അവർ കൂടുണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ കേജും വേറെ മോഡലാണ് കേട്ടോ. കുൽസുന് ബേഡ്സിനും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവൾ കുറേ നേരം ഇങ്ങനെ കൈയൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇതാ ബേഡ് വെള്ളം കുടിക്കുന്ന കേട്ടോ. ഒരു കുപ്പിയിൽ നിന്ന് ഇങ്ങനെ എന്ത് രസമൊക്കെ കാണാനെന്നറിയാം. അതിനുശേഷം നമ്മൾ കണ്ടത് ഈ കുതിരനാണ്. ഇത് ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് കുതിര കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഈ ആടിൻ്റെ അടുത്താണ്. ഞാൻ കുറേ നേരം അതിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. കുൽസുന് ഇഷ്ടമായിട്ടാണ്. പിന്നെ നമ്മൾ പോയത് ഈ പശുവിൻ്റെ അടുത്താണ്. ഇതൊരു തൊഴുത്ത് പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡിൽ ആ പശുവിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അധികം ഹൈറ്റ് വെക്കൂല കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഈ കുതിരൻ്റെ അടുത്തേക്കാണ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ പെട്ടെന്നൊന്ന് ജെർക്കാവുന്ന. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുതിരനെ തൊടാൻ പാടില്ല. നിൽക്കാക്ക് അറിയാണ്ട് അതിൻ്റെ തൊട്ട് ചവിട്ടിയില്ലാന്ന് ഭാഗ്യം. പിന്നെ നമ്മൾ പോയത് ഈ എമ്മുവിൻ്റെ അടുത്തേക്കാണ്. 2 എമ്മു ഉണ്ടായിരുന്നു ഒരു കൂട്ടിൽ. പിന്നെ അപ്പുറത്തെ കൂട്ടിൽ ഒന്നുണ്ടായിരുന്നു. പിന്നെ കുതിരനെ കണ്ടു, ഇഗ്വാൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ നല്ല നീളമുള്ള കൊമ്പുള്ള ആട്, അങ്ങനെ കുറേ അധികം അനിമൽസ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഈ കോഴിനൊക്കെ കാണാൻ എന്തൊരു ക്യൂട്ടല്ലേ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിലും കൂട്ടിലൊക്കെ കിടന്ന് കാണുമ്പോൾ രസമല്ലേ. പിന്നെ ഈ കഴുത, ഇത് കുരങ്ങനെ പോലത്തെ എന്തോ അനിമലാണ്. ഇതിന് വേറെ എന്തോ പേരുണ്ട് കേട്ടോ. പേരെല്ലാം ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇതും ഒരു ടൈപ്പ് കോഴിയാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള കോഴി.
പിന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. ഈ ഫോട്ടോ സെക്ഷനില്ലേ, ഈ അനിമൽസിന് കഴുത്തിലിട്ടിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബോയ്സ് കുറച്ച് പേരൊക്കെ പാമ്പിനെ കഴുത്തിലിട്ടിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഗേൾസൊക്കെ ഇങ്ങനെ ഇഗ്വാന അങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരുന്നു കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞു പോയി എടുക്കുമെന്ന് പറഞ്ഞിട്ട്, നീ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ മോട്ടിവേഷൻ ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം ഞാനവിടെ പോയി നിന്ന്. എൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. ഞാനവിടെ നിൽക്കുന്നതെന്നുള്ളൂ, ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെ എൻ്റെ കഴുത്തിലെടുത്തിട്ട് അയ്യോ, ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക. ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണ് തുറന്നിട്ടില്ല, കണ്ണടച്ച് നിന്ന് കരയായിരുന്നു കേട്ടോ. നമ്മളധികം ഈ പാമ്പിൻ്റെ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ പോയിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കുറേ പേര് അങ്ങനെ ഈ ബേഡ്സിനൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴുത്തിലിട്ടതിന് ശേഷം കുറേ ലേഡീസ് വന്ന് കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അങ്ങനെ റെയ്യോനും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ ഇടുന്നത് കണ്ടപ്പോൾ അവനും ഒരു ധൈര്യം വന്ന് അങ്ങനെ അവനും കയ്യിൽ ഇഗ്വാനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ട്. നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്, പക്ഷെ അവൻ സമ്മതിക്കണേ ഉണ്ടായില്ല. ആ കുട്ടികൾ വെച്ച് നിൽക്കണപ്പോൾ അവനൊരു ധൈര്യം വന്നത്, അവന് അതിനെ കയ്യിൽ വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുക്കുകയാണ്. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് വരാൻ അവനായിരുന്നു മെയിൻ കാരണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഈ ഡോഗ്സിൻ്റെ സെക്ഷനിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അനിമലാണ് ഡോഗ്. നല്ല നന്ദിയുള്ള ജീവിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് ഹറാമായതുകൊണ്ടാണ് ഞാൻ വളർത്താത്തത്. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വളർത്തിയിരുന്നു. ഇതിന് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ, അപ്പോൾ അത് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഇവർ രണ്ടാളത് നല്ല കളിയാണ്. ഇത് കണ്ടിട്ട് റെയ്യാൻ ഇക്കാക്കാരോട് പറയാം, അവരോട് ഇക്കാക്കാരോടല്ല കേട്ടോ, അവരോട് പറയാം പോയി കേള് നിങ്ങൾ സുഖിച്ചു. ഞാൻ ഇക്കാക്കെന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മളെങ്ങനെ നോക്കണമൊക്കെ ഉണ്ട്, നല്ലോണം ഒബ്സർവ് ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ 2 ആമക്കുട്ടന്മാർ ഒരു വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് അവിടുത്തെ പപ്പിയാണ് കേട്ടോ. എന്ത് ക്യൂട്ടാണല്ലോ, അതിനെ കാണാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട്. ഇതൊരു അരയന്നാണ്. നമ്മളെ നളൻ്റെ ദമേന്തിയുടെ അരയണില്ലേ, അവരല്ല വേറൊരാൾ ആണിത്. പിന്നെ അതിന് മുന്നിൽ ഇങ്ങനെ ഒരു വീട് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കേട്ടോ അവർ CCTV മറ്റു ഓഫീസൊക്കെ അവിടെയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിനപ്പുറത്തെ സൈഡിലാണ് ഞാൻ നേരത്തെ കാണിച്ച അരയന്നങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ കുൽസുവിനെ അന്നേരം കുറച്ച് അതൊക്കെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ചേച്ചി വന്നു ഈ അരയന്നത്തിന് ഫുഡ് കൊടുക്കാൻ. അവരിടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ല കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെയുള്ള എല്ലാ എലിമെൻസിനും. ഇവിടെ ഒരാൾ നല്ല കുളിയിലാണ്. പിന്നെ ഈ ആമൊക്കെ നല്ല ഉറക്കാണ്. ഇതിന് ശേഷം നമ്മൾ പോയത് ഈ മീനിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ കുൽസുവിനെ അവിടെ നിന്ന് പോരണ്ട അങ്ങനെയായിരുന്നു. കുൽസ് കൈയിടുക അങ്ങനെ തന്നെയായിരുന്നു. പറയാൻ ഫസ്റ്റ് ഒരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫുഡ് കയ്യിൽ വെച്ചിട്ട് ഫസ്റ്റ് കൊടുത്തപ്പോൾ പിന്നെ ഓക്കെ ആയി. പിന്നെ ഇക്കാക്ക് ഫുഡ് കൊടുത്തു. അധികം ഫുഡ് കൊടുക്കാണ്ടിരിക്കണം നല്ലത്. ഇവർക്ക് അധികം ഫുഡ് കൊടുക്കുമ്പോൾ ഡൈജസ്റ്റ് ആവാതിരിക്കും, പിന്നെ മീൻ ചത്തുവും അങ്ങനെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുൽസ് കൈയിട്ട് പിന്നെ ഒരേ കൈയിടൽ തന്നെ. ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൈ എടുക്കാൻ വിടുന്നില്ല. ഇങ്ങനെ നല്ല രസമല്ലേ മീനിങ്ങനെ ഫുഡ് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് വന്ന് കഴിച്ച് പോകുമ്പോൾ കുൽസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ മീനിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൾക്ക് അവിടെ നിന്ന് വരാനേ മൂടുണ്ടായില്ല. ഞങ്ങൾ പോയിട്ട് അവൾ കരഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് ഇത്. പിന്നെ നമ്മൾ കണ്ടത് ഈ ഇഗ്വാനയാണ്. ഇത് വലിയ സൈസ് ഇഗ്വാനയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൂടും അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ പണി നടക്കുകയായിരുന്നു. അതിനുശേഷം കുൽസുദേ ഇതിനൊക്കെ നിന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് എന്തൊക്കെ സംസാരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇത് പ്രാവാണ് കേട്ടോ. ഇതെന്തോ ഒരു ടൈപ്പ് പ്രാവാണ്. അതിനുശേഷം പിന്നെ അപ്പുറത്ത് കൂടിലേക്ക് പോയപ്പോഴും ഇതും ഒരു ടൈപ്പ് പ്രാവാണ്. അങ്ങനെ പ്രാവിൻ്റെ കുറച്ചധികം കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പരിചയമുള്ള ഒരാൾ വേറെ ആരുമില്ല, നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ സ്വന്തം സാധിക്കാണ്. ഇതാണ് ഈ പുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. നമ്മൾ എന്നിട്ട് കുറച്ച് നേരം സംസാരിക്കും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത്. അതിനുശേഷം ഈ പ്രാവിൻ്റെ അടുത്തേക്ക് വന്ന് ഇതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ എയർ ഇങ്ങനെ നിറച്ചിട്ട് ഇരിക്കുന്ന പ്രാവില്ല, അതാണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ തൊലിയല്ല രോമമില്ലാത്ത പൂച്ച. പിന്നെ നമ്മൾ പോയത് ഈ അക്വേറിയം കാണാനാണ്. ഈ അക്വേറിയത്തിൽ നിറച്ച് കുഞ്ഞ് കളർഫുള്ളായിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അപ്പുറത്ത് കൂട്ടിൽ കണ്ടത് പൂച്ചനെയാണ് കേട്ടോ. നമ്മളെ ക്യാറ്റില്ലേ അതിനെ കണ്ടത്. ഡോൾ ഫേസ് ഉണ്ടായിരുന്നു, അല്ലാത്തത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ടിക്കറ്റും കൂടി എടുത്തിട്ട് ഇക്കാക്ക് പാമ്പിനെ കഴുത്തിലിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തിരിച്ച് വന്നു കേട്ടോ. ഇക്കാക്ക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഞാൻ
എന്ത് വേണം ചെയ്യും, എനിക്കതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇതിന് കാണുമ്പോൾ എൻ്റെ കണ്ണിൽ പിന്നെയും കരച്ചിൽ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം മാറിയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കണ്ടിങ്ങനെ കഴുത്തേക്കൊക്കെ കയറിപ്പോന്ന്. ഞാനിവിടെ വന്നിട്ട് എൻ്റെ വീഡിയോ നോക്കുമ്പോൾ അതെൻ്റെ സ്കാർഫിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണടച്ചുകൊണ്ട് ഞാനതൊന്നും കണ്ടിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ഈ ഡോഗിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. അപ്പോൾ ഒരാൾ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുൽസ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് കളിച്ച്. കുൽസുവിന് ഡോഗിന് ഭയങ്കര ഇഷ്ടം. ബോബു ബോബു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. എൻ്റെ ഉപ്പച്ചിൻ്റെ അടുത്തുണ്ട് ഒരു ഡോഗ്, അതിൻ്റെ പേര് ഡയാന എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിന് ശേഷം പിന്നെ പോയത് ഇവിടെയാണ്. ഇത് ഓസ്കാർ ഫിഷാണ് കേട്ടോ. ഈ ഓസ്കാർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മളെ അടുത്തുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ അയരാപ്പയ്മൻ്റെ കുഞ്ഞു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ അണ്ണന്മാരുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഓരോന്നിനും ഓരോരോ കൂട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പാമ്പിൻ്റെ സെക്ഷൻ, സ്നേക്കിൻ്റെ 2-3 സ്നേക്ക് ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആര് വന്നതും പോയതൊന്നും അറിയാൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇത് എലിക്കുട്ടന്മാരാണ്, നമ്മൾ കൊന്നു കളയുന്ന സംഭവങ്ങൾ അവരുണ്ടായിരുന്നു. പിന്നെ കുൽസുവിന് അവിടെ നിന്ന് ഒരു ബോയ് ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ വന്നത് ഇവരുടെ അടുത്തേക്കാണ്. ഇത് മുയലാണ് കേട്ടോ. പിന്നെ മുള്ളമ്പന്നി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ അണ്ണാനെ പോലെ തന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബേഡ്സിൻ്റെ കേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇത് താറാവാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു പീക്കോക്കിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഈ കൂട് കാണാൻ എന്തൊരു രസമാണെന്ന് അറിയാം, എന്തൊരു ഭംഗിയായിട്ട് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് റിയലാണെന്ന് തോന്നും. ഈ കേജിൽ ഫോട്ടോ എടുക്കുന്ന ബേഡ്സൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കും ഇങ്ങനെ അടുത്തേക്ക് വന്നിരിക്കും. നമ്മൾ ഇപ്രാവശ്യം അവിടെ കയറിയിട്ടില്ല. പിന്നെ ഇത് തവളക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞാപ്പി തവളുണ്ട്. പിന്നെ അപ്പുറത്ത് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഒരു പോണ്ട് പോലെ ആക്കിയിട്ട് അതിൽ കുറച്ച് മീനുണ്ടായിരുന്നു. ഇതും ഒരു ടൈപ്പ് അരാപ്പയുമാണ്. പിന്നെ നമ്മൾ കയറിയതൊരു ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു ഏരിയക്കാണ്. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തും പറക്കിയും നോക്കി. പിന്നെ തൊപ്പി കണ്ടു, ഞാനും ഗേൾസും വെച്ച് നോക്കി. ഫ്രീ ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം എല്ലാം അവിടേക്ക് നോക്കി. നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് സൺഡേ ആയിരുന്നു. പെട്ടെന്നൊരു കാറ്റും വലിയൊരു മഴയും. ഫുള്ള് നനഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു എന്നായി. അപ്പോൾ ഇത്രയുള്ള അപ്പോൾ എല്ലാവരും ടാറ്റാ.